മഹാഭാരതവും ബാഹുബലിയും തമ്മിൽ എന്താണ് ബന്ധം? ബാഹുബലി സീരീസിന്റെ മൂന്നാം ഭാഗമായ ബാഹുബലി ദ റീബർത്ത് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ബാഹുബലിയും മഹാഭാരതവും തമ്മിലുള്ള കണക്ഷൻ പരിശോധിക്കുകയാണ് ന്യൂസ് ഇൻ ലൈംലൈറ്റിന്റെ മൂന്നാം ഭാഗം. ബാഹുബലി സിനിമയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാഭാരതത്തിലെ പല കഥാപാത്രങ്ങളെയും അവർ കടന്നുപോകുന്ന പല സാഹചര്യങ്ങളെയും ബാഹുബലിയിലെ കഥാപാത്രങ്ങളിലേക്ക് കൃത്യമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആരൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ബാഹുബലി സിനിമയിൽ ബാഹുബലിയും ബല്ലാലദേവനും കാലകേന്മാരുമായുള്ള യുദ്ധത്തിന്റെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സേനാ വിന്യാസ രീതിയാണ് ത്രിശൂല വ്യൂഹം. ഈ ത്രിശൂല വ്യൂഹം എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധത്തിന്റെ 8ാം ദിനം അർജുനൻ ഭീഷ്മരുടെ മുന്നേറ്റം തടയാനായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സേനാ വിന്യാസ രീതിയാണ്. ഒരു ത്രിശൂലത്തിൽ അതിന്റെ മധ്യഭാഗത്താണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പോലെ ഇരുവശത്ത് നിന്നും ആംഗുലാർ മോഡിൽ സേനയെ ക്രമീകരിക്കുകയും മധ്യത്തിലേക്ക് സ്ട്രെങ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയും എന്നുള്ളതാണ് ത്രിശൂല വ്യൂഹത്തിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് ഒരേ സമയം ശത്രുക്കളെ ആക്രമിക്കാനും ശത്രുക്കളിൽ നിന്നുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. വ്യൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുപക്ഷത്തിന്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുകയും അതുവഴി യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ത്രിശൂല വ്യൂഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇനി ബാഹുബലിയിലെ കഥാപാത്രങ്ങളിലേക്ക്. റാണ ദഗ്വതി അവതരിപ്പിക്കുന്ന ബല്ലാലദേവന്റെ പിതാവായ നാസർ അവതരിപ്പിക്കുന്ന ബജ്ജാലദേവനെ നോക്കാം. ബല്ലാലദേവനും ശിവകാമി ദേവിക്കും ദുഷ്ടതന്ത്രങ്ങൾ പറഞ്ഞുകൊടുത്ത് ബാഹുബലിക്കെതിരെ തിരിക്കുന്ന ഒരു കഥാപാത്രമാണല്ലോ ബജ്ജാലദേവൻ. ഈ ഒരു കഥാപാത്രത്തെ തീർച്ചയായും നമുക്ക് പുരാണത്തിലെ, അതായത് മഹാഭാരതത്തിലെ ശകുനിയുമായി നമുക്ക് താരതമ്യപ്പെടുത്താം. കാരണം ദുര്യോധനന് ദുഷ്ടബുദ്ധി പറഞ്ഞുകൊടുത്ത് പാണ്ഡവരെയും കൗരവരെയും തമ്മിലടിപ്പിക്കുന്നത് ശകുനിയാണല്ലോ. ഇനി സത്യരാജ് അവതരിപ്പിക്കുന്ന കട്ടപ്പ എന്ന കഥാപാത്രത്തിലേക്ക് വരാം. മഹിഷ്മതി സാമ്രാജ്യത്തിന്റെ ആശ്രിതരായുള്ള അടിമവംശത്തിന്റെ നേതാവാണ് കട്ടപ്പ. എന്നും രാജഭരണത്തോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത് അടിമവംശത്തിന്മേലുള്ള അലിഖിതമായ നിയമമാണ്. ബാഹുബലിയോട് മമതയുണ്ടെങ്കിലും ദുഷ്ടനും അധർമ്മിയുമായ ബല്ലാൽദേവനോട് ചേർന്ന് നിൽക്കാൻ കട്ടപ്പയെ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ്. കട്ടപ്പയ്ക്ക് സിമിലറായി മഹാഭാരതത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കഥാപാത്രം വിദുരനാണ്. വേദവ്യാസന് ദാസിയിലുണ്ടായ മകനും പാണ്ഡുവിന്റെയും ധൃതരാഷ്ട്രയുടെയും സഹോദരനുമാണ് വിദുരർ. തികഞ്ഞ ധർമ്മിഷ്ഠനാണെങ്കിലും പാണ്ഡവപക്ഷത്തോട് മമതയുണ്ടെങ്കിലും കൗരവപക്ഷത്തോട്, അതായത് രാജഭരണത്തിൽ ഇരിക്കുന്ന കൗരവപക്ഷത്തോട് ചേർന്ന് നിൽക്കാൻ വിദുരരെ പ്രേരിപ്പിക്കുന്നതും ഈ പറഞ്ഞ കട്ടപ്പയുടെ അവസ്ഥ തന്നെയാണ്. പാണ്ഡവരെ അരക്കില്ലത്തിൽ നിന്ന് രക്ഷിച്ച വിദുരർ പല സന്ദർഭങ്ങളിലും തന്റെ പ്രതിഷേധം പ്രകടമാക്കുന്നുണ്ട്. പുത്രസ്നേഹത്താൽ അന്ധനായി പോയ, അതായത് ജന്മന അന്ധനാണ് എങ്കിലും പുത്രസ്നേഹത്താൽ അന്ധത കൂടിയ ധൃതരാഷ്ട്രർക്ക് വിദുരർ ഉപദേശം നൽകുന്ന വിദുരനീതി കേട്ട് കാണുമല്ലോ. ഏതാണ്ട് ഇതുപോലെ ഒരു സീൻ നമുക്ക് ബാഹുബലിയിലും കാണാൻ സാധിക്കും, കട്ടപ്പയും ബജ്ജാൽദേവനുമായിട്ടുള്ളത്. ഇനി പ്രഭാസ് അവതരിപ്പിച്ച അമരേന്ദ്ര ബാഹുബലിയിലേക്കും മഹേന്ദ്ര ബാഹുബലിയിലേക്കും വരാം. ഏതെങ്കിലും പ്രത്യേകമായ ഒരു കഥാപാത്രത്തെ എടുത്തിട്ടല്ല ഈ രണ്ട് കഥാപാത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ യുധിഷ്ഠിരന്റെ ധർമ്മിഷ്ഠതയും ഭീമന്റെ കായിക ശക്തിയും അർജുനന്റെ ധനുർവിദ്യയിലെ, അതായത് അസ്ത്രവിദ്യയിലെ വൈദഗ്ധ്യവും നകുലന്റെ വാൾപ്പയറ്റിലുള്ള വൈദഗ്ധ്യവും സഹദേവന്റെ ബുദ്ധികൂർമ്മതയും ചേർന്ന കഥാപാത്രമാണ് ഈ പറഞ്ഞ അമരേന്ദ്ര ബാഹുബലി. അതുപോലെ മഹേന്ദ്ര ബാഹുബലി. പിതാവ് മരിക്കുന്നു, കസിൻസിന്റെ കൂടെ വളരേണ്ടി വരുന്നു, ഒടുവിൽ അവർ തങ്ങളെ ശത്രുക്കളായി കാണുന്നു, വധശ്രമങ്ങൾ നടത്തുന്നു, പിന്നീട് രാജഭരണത്തിൽ നിന്ന് പുറത്താക്കുന്നു, കാലങ്ങൾക്ക് ശേഷം തിരികെ വന്ന് ശത്രുക്കളെ, അതായത് കസിൻസിനെ വധിക്കുന്നു, രാജഭരണം വീണ്ടെടുക്കുന്നു. ഇതൊക്കെ ബാഹുബലിയിലും മഹാഭാരതത്തിലും ഒരുപാട് സിമിലാരിറ്റീസ് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി റാണ ദഗ്വതി അവതരിപ്പിക്കുന്ന ബല്ലാൽദേവനെ നോക്കാം. കസിനായ ബാഹുബലിയുമായി ചേർന്ന് വളരുന്നു, പിന്നീട് ബാഹുബലിയെ ശത്രുവായി കാണുന്നു, ബാഹുബലിയെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഒടുവിൽ ബാഹുബലിയുടെ പത്നിയായ ദേവസേനയിൽ നിന്നും പരിഹാസം ഏൽക്കേണ്ടി വരുന്നു, ദേവസേനയെ പൊതുസഭയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു, പിന്നീട് അത് തനിക്ക് വിനയായി മാറുന്നു. മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ ബല്ലാൽദേവൻ ദുര്യോധനും ദേവസേന ദ്രൗപദിയുമായി മാറുന്നു. അതുപോലെ തന്നെ ദുര്യോധനന്റെ വാക്ക് കേട്ട് ദ്രൗപദിയെ അപമാനിക്കാൻ ശ്രമിക്കുന്ന ദുശാസനൻ ഇവിടെ ബാഹുബലിയിലെ സേനാപതിയാണ്. ബാഹുബലി തലവെട്ടിക്കളയുന്ന സേനാപതി. മഹേന്ദ്ര ബാഹുബലി എന്ന കഥാപാത്രത്തിന്റെ ചില ഫീച്ചേഴ്സ് നമുക്ക് കർണനുമായി കണക്ട് ചെയ്യാവുന്നതാണ്. ജനിച്ച ഉടനെ അമ്മയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു,
പിന്നീട് ആ കുഞ്ഞിനെ ലഭിച്ച കുതിരക്കാരനും പത്നിയും എടുത്ത് വളർത്തുന്നു. പിന്നെ എന്നാൽ കാലങ്ങൾക്ക് ശേഷം തിരികെ എത്തി രാജപദവിയിലേക്ക് വരെ വരുന്നു. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയല്ലേ ബാഹുബലിയുടെ അവസ്ഥയും? സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇനിയും ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് കൗരവപക്ഷത്തിന് വേണ്ടി പോരാടിയ അമാനുഷിക ശക്തിയുള്ള രാക്ഷസനായ അലങ്കുശനെ നമുക്ക് ബാഹുബലിയിലെ കാലകേയനുമായി കണക്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. ഈ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചിന്തകളും അനുമാനങ്ങളും ഒക്കെ ഉണ്ടാവാം. എന്താണെങ്കിലും കമൻറ്റുകളിലൂടെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ഷമയോടെ കേട്ടിരുന്നതിന് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്